കായ്കനികൾ കേരളത്തിന് ഒരു പുതുക്കാഴ്ചയല്ല. ചക്കയിലും മാങ്ങയിലും തുടങ്ങി പലതരം കായ്കനികളാണ് ഇന്ന് കേരളത്തിലുള്ളത്. പക്ഷേ ഹൈറേഞ്ചുകളിൽ മാത്രം കാണപ്പെടുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കേരളത്തിലെ തനത് നാടൻ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു വ്യത്യസ്തമായ കാഴ്ചയല്ലേ? അത്തരമൊരു വിളയാണ് നമ്മുടെ സ്വന്തം മുന്തിരി അഥവാ ഗ്രേപ്സ്. അത് കേരളത്തിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒന്നല്ല. പക്ഷെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അത്തരമൊരു പരീക്ഷണവുമായി എത്തിയിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ ഏറാമല പ്രദേശത്തെ നമ്മുടെ സ്വന്തം ഫോട്ടോഗ്രാഫറായ സുനീഷ് ഏറാമല. ബാക്കി വിശേഷങ്ങൾ നമുക്ക് സുനീഷ് ഏട്ടനോട് തന്നെ ചോദിക്കാം. അപ്പൊ സുനീഷ് ഏട്ടാ, എങ്ങനെയായിരുന്നു ഇതിന്റെയൊക്കെ ഒരു തുടക്കം? ഒരു 6 വർഷം മുമ്പേ ഈ ഗുഡ്സ് ഫോട്ടോ ഷോയില് ഒരു പച്ചക്കറി ചെടികളുമായിട്ട് വരുന്ന ഒരു ടീം ഉണ്ടായിരുന്നു. അവരിവിടെ വീട്ടിൽ വന്നപ്പോൾ കുറേ കാര്യങ്ങൾ പരിചയപ്പെടുത്തി. അപ്പം വീട്ടിൽ വന്നതല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒന്ന് വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൽ ഏറ്റവും വില കുറവുള്ളത് മുന്തിരി തൈയായിരുന്നു. ബാക്കിയൊക്കെ 450, 600 രൂപയൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് 100 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു അത് തന്നേക്കെന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നു അത് നട്ടതിന് ശേഷം അത് ഈ വേര് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു മാസത്തോളം എടുത്തു. ശരിക്കും നമ്മൾ ഉണങ്ങിയ മാതിരി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ പതുക്കെ അത് വളരാൻ തുടങ്ങി. സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഒരു ചെടിയല്ല ഈ മുന്തിരി ചെടി. അപ്പോൾ ഇത് വളർത്തുവാൻ നിങ്ങൾ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ എടുത്തു? വളർത്താൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്? ഈ മുന്തിരി കൃഷിയെ പറ്റി എനിക്ക് വലിയ ധാരണ ഒന്നുമില്ലായിരുന്നു. പിന്നീട് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴാണ് ഇതിൻ്റെ വളത്തെ പറ്റിയിട്ടും ഈ കൃഷി രീതിയെ പറ്റിയൊക്കെ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും വേണ്ടത് നല്ല വെയിലുള്ള സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ വളമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ചാണകപ്പൊടിയും അതോടൊപ്പം തന്നെ ഈ എല്ലുപൊടി, കടലപ്പിണ്ണാക്ക്, പിന്നെ നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന ഈ ഇറച്ചി ചിക്കൻ്റെ ഒക്കെ വെള്ളം, കഴുകിയ വെള്ളമൊക്കെ ഇതിന് നല്ല വളമാണ്. അപ്പം ആദ്യത്തെ 1-2 വർഷം ഇത് നല്ല വളർന്ന് വന്നിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും മുന്തിരി ഉണ്ടായിരുന്നില്ല. പതുക്കെ ഓരോ വർഷവും ഓരോ കൊലകളായിട്ട് വന്ന് ഇപ്പം ഏകദേശം ഒരു 6 വർഷമായി ഇത് ഉണ്ടാവാൻ തുടങ്ങിയിട്ട്. സുനീഷ് ചേട്ടൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായി മുന്തിരി കായ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. അപ്പോൾ ഈ മുന്തിരി കായ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് കാര്യങ്ങളാണ് പ്രധാനമായി ചെയ്യേണ്ടത്? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മുന്തിരി കൃഷി ഏകദേശം ഒരുപാട് വീട്ടുകാർ ഇത് ചെയ്യുന്നുണ്ട്. പലയിടത്തിലും മുന്തിരി കായ്ച്ചിട്ടുണ്ട്. പക്ഷെ പല വീടുകളിലും ഇതിൻ്റെ ഇലകൾ മാത്രം തിങ്ങി നിറഞ്ഞിട്ട് കാണുന്നുണ്ട്, കായ് ഉണ്ടാകാൻ കാണുന്നില്ല. അതിന് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രൂണിങ് എന്നുള്ളൊരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ ഒരു പെൻസിൽ വലിപ്പമായ തണ്ട് കട്ട് ചെയ്യണം. അപ്പോൾ അവിടുന്ന് അവിടുന്നാണ് മുന്തിരിയുടെ കൊലകൾ ഉണ്ടാവാൻ പോകുന്നത്. അത് പല ആൾക്കാർക്കൊന്ന് കട്ട് ചെയ്യാൻ മടിയുള്ളത് കാരണമാണ് പല സ്ഥലത്തും മുന്തിരി പൂക്കാത്തത്. അതിനെപ്പറ്റി വലിയ അറിവെന്ന് നമുക്കറിയില്ല, എന്നാലും ഉള്ള അറിവ് വെച്ചിട്ട് പറഞ്ഞതാണ്. ഇത്രയും കാലത്തിനിടയ്ക്ക് എത്രത്തോളം ഈ ഒരു ചെടിയിൽ നിന്ന് നിങ്ങൾക്ക് വിളവ് കിട്ടിയിട്ടുണ്ട്? ഇതിന്റെ വിളവെടുത്ത് തുടങ്ങിയത് നമ്മൾ നട്ടതിന് ശേഷം ആദ്യത്തെ 1 വർഷത്തിന് ശേഷമായിരുന്നു. ആദ്യം 1-2 കൊല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നത്തെ ഓരോ വർഷം കഴിയുന്തോറും അത് 4 കൊലയായി, 10 കൊലയായി, അങ്ങനെയൊക്കെ കൂടി വന്നു. ഈ വർഷം നമ്മൾ ഒരു 100ഓളം കൊലകൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം മഴ വന്നതിന് ശേഷം ഇപ്പോൾ വീണ്ടും ഒരു 100ഓളം കൊലകൾ പുതുതായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ മഴ കൊണ്ട് പോയി. അതുകൊണ്ട് ഇനി കുറച്ച് ലേറ്റായിപ്പോയി ഇപ്രാവശ്യം ഇത് ഉണ്ടാവാൻ. കടയിൽ നിന്ന് കിട്ടുന്ന മുന്തിരിയുടെ അതേ ടേസ്റ്റും മധുരവും ഉണ്ട് ഇതിന്. ഇത്തരത്തിലൊരു മുന്തിരി നമ്മുടെ വീട്ടുവളപ്പിലും സാധ്യമാകുന്നത് വിചിത്രമായൊരു കാര്യമാണ്. ഇതിനായുള്ള കൂടുതൽ അറിവിനായി താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഒരടുത്ത വീഡിയോയുമായി പിന്നെ കാണാം. അപ്പോൾ ബൈ.